വെൽക്കം ടു ഫ്രീ ടോക്ക് ബോക്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഴയെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, മഴയെ നമുക്ക് നിർത്താൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചാണ്. സോ ജസ്റ്റ് ഇമാജിൻ, ഇപ്പൊ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്ലഡും കാര്യങ്ങളൊക്കെ ഈ മഴ വന്ന കാരണം വരാറുണ്ട്. അതേപോലെ തന്നെ ഫ്ലഡ് പോലെ തന്നെ അതിനേക്കാളും വലിയൊരു ഹൈറേഞ്ച് മേഖലയിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഇടുക്കി ജില്ലയിലൊക്കെയാണ്. ഇവിടെയൊക്കെ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന മണ്ണിടിച്ചിൽ, അങ്ങനെയുള്ള സാധനങ്ങൾ, ഉരുളുപൊട്ടൽ, ഈ സാധനങ്ങൾ കൂടുതലായിട്ടും വരാറുണ്ട്. സോ ഇതിനൊരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് നമ്മുടെ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ, നമുക്ക് മഴ ആവശ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നിർത്താനും അതേപോലെ തന്നെ ആവശ്യമുള്ളപ്പോൾ പെയ്യിപ്പിക്കാനും കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ ഇത് പറയുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2008 ചൈനയിലെ ബെൽജിയൻ ഒളിമ്പിക്സ് നടന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അവിടെ ക്ലൗഡ് സീയിങ് ഉപയോഗിച്ച് നമ്മുടെ മഴയെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ പല UAE കൺട്രികളിലും മഴ പെയ്യിപ്പിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും ക്ലൗഡ് സീഡിങ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ക്ലൗഡ് സീയിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ മഴയെ നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയ്യിപ്പിക്കാൻ കഴിയും. നമുക്ക് മഴ പെയ്യിപ്പിക്കാൻ ഉള്ള സാധ്യതകൾ, അല്ലെങ്കിൽ നമ്മൾ മഴ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മഴയെ നമുക്ക് നിർത്താനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെന്തായിരിക്കും കാരണമെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഈ ക്ലൗഡ് സീയിങ് എന്ന് പറയുന്നത് നമ്മൾ മഴ പെയ്യിപ്പിക്കുന്നില്ല. ഇപ്പൊ UAE കൺട്രിയിലും ചൈനയിലും പല രാജ്യങ്ങളിലും, ഈവൻ ഇന്ത്യയിലും തന്നെ നമ്മൾ ക്ലൗഡ് സീയിങ് ചെയ്യാറുണ്ട്. ബട്ട് മുംബൈയിലും അതേപോലെ തന്നെ കർണാടകയിലൊക്കെ ക്ലൗഡ് സീയിങ് ഉപയോഗിച്ചിട്ട് നമ്മൾ മഴ പെയ്യിപ്പിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊരു 100% നമുക്ക് ഇതുവരെയും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. കാരണം അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രോളിലല്ല ഇതുവരെ നമ്മുടെ സയൻസിൽ ഇതുവരെ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ ഇതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്ലൗഡ് സീയിങ് പഠിക്കുന്ന, ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്ന ജിയോ എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് കുറെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് അതിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ എന്നാണെങ്കിലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മി ജിൻസൺ. തിയറിറ്റിക്കലായിട്ടും സയൻസ് പരമായിട്ടും അതേപോലെ തന്നെ ദൈവപരമായിട്ടും, മീൻസ് ആത്മീയപരമായിട്ടും നമുക്കൊന്ന് നോക്കാം. ആത്മീയപരമായിട്ട് നമുക്കറിയാം, ഇന്ത്യയിലല്ല പല രാജ്യങ്ങളിലും ഇന്നും മഴ പെയ്യിപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ അടുത്ത് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. സോ മഴദേവൻ അല്ലെങ്കിൽ മഴ പെയ്യാനുള്ള പൂജകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. സോ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഈശ്വര വിശ്വാസിയല്ല, ദൈവം മീൻസ് എല്ലാ ഇതിനോടും എനിക്ക് വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥാനത്തോട് മാത്രം വിശ്വാസമുള്ള ഒരു മനുഷ്യനല്ല. അൾട്ടിമേറ്റ് നമ്മുടെ ജീവൻ എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് സയൻസ് കൊണ്ട് ഇതുവരെ തോൽപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. കാരണം അതിന് ഇതുവരെ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. മീൻസ് അപ്പൊ നമുക്കൊരു ഹോപ്പാണ് ദൈവം എന്ന് പറയുന്നത്. സോ ദൈവം എന്ന് പറയുന്നത് നമുക്ക് വേറൊരു പാർട്ടിൽ നമുക്കൊരു അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. സോ എന്ത് തന്നെയാണേലും, സോ നമ്മൾ ഇപ്പൊ പറഞ്ഞു വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് തരത്തിലുള്ള സ്പിരിച്വലി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മഴ പെയ്യിപ്പിക്കാനും മഴ നിർത്താനുമായിട്ട് ചെയ്യാറുണ്ട്. അതിൽ നമ്മുടെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൂജകൾ അല്ലെങ്കിൽ വഴിപാടുകൾ, ഹോമങ്ങൾ, ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത്. ഇന്ത്യ പോലെ തന്നെ പല സ്ഥലങ്ങളിലും ഈ ദൈവപരമായിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അമേരിക്കയിലും ആഫ്രിക്കയിലും അതേപോലെ തന്നെ ട്രൈബൽസ് കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ റെയിൻ ഡാൻസ്, പോപ്പുലർ ആയിട്ടുള്ള റെയിൻ ഡാൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗോത്രവർഗ്ഗക്കാരുടെ രീതിയിലുള്ള മഴയെ നിർത്താനും മഴ പെയ്യിപ്പിക്കാനും, അവരുടെ ഒരു കൃഷി തുടങ്ങുന്നതിന് മുമ്പായിട്ട് മഴ പെയ്യിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ചെയ്യാറുള്ളത്. മഴ പെയ്യാനായിട്ട് പൂജകളും കാര്യങ്ങളും ഡാൻസുകളും ഒക്കെ നമ്മൾ ഈ ഗോത്ര അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ട്രൈബൽസ് ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. തായ്ലാന്റിലാണെങ്കിൽ പ്രത്യേക തരത്തിലുള്ള കൾച്ചറും കാര്യങ്ങളും അവർ ചെയ്യണം. അവർ റോക്കറ്റ് ഒക്കെ ഇടാറുണ്ട് മുകളിലേക്ക്, മീൻസ് മഴ പെയ്യിക്കുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ. അതായത് റോക്കറ്റ് വിട്ടതിന് മേഘത്തെ ഇല്ലാണ്ടാക്കി കളയുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു മോട്ടീവ് എന്നുവെങ്കിലും ഇതൊന്നും സയന്റിഫിക്കലി അത്ര വലിയ കാര്യങ്ങളിലൊന്നും വാല്യൂ ഇല്ലാത്തതാണ്. കാരണം ഇതിനൊന്നും നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ പല രീതിയിലുള്ള ഡാൻസുകളുണ്ട്. അതേപോലെ തന്നെ മഴ പെയ്യുമ്പോൾ തീ കത്തിക്കുന്ന രീതികളുണ്ട് മേഘത്തെ മാറ്റിക്കളയാനായിട്ട്. അതേപോലെ തന്നെ മിറർ മൂടി വെക്കുന്ന തരത്തിലുള്ള കൾച്ചർ കാര്യങ്ങളൊക്കെ നമ്മുടെ ലോകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. സ്പിരിച്വലി നോക്കുകയാണെങ്കിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിലും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവൻ ഇപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്നും മാറ്റിക്കളയാൻ, വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങൾ നമുക്ക് പെട്ടെന്നൊന്നും മാറ്റിക്കളയാനായിട്ടുള്ള ഒരു കാര്യമില്ല. അത് വരുന്ന കാലഘട്ടത്തിലും അത് കൂടുകയുള്ളെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. കാരണം വലിയ കുറയാനൊന്നും പോകുന്നൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ ഇന്ത്യയിലെ ജനറേഷൻ എടുത്ത് പറയുകയാണെങ്കിൽ പോലും എല്ലാവരും പറയും സോ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന്. സോ കുറഞ്ഞു വരുന്നുണ്ട്. ബട്ട് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ദർ ആർ കൺസിഡർ അബൌട്ട് അവർ കൾച്ചറൽ ആൻഡ്
സ്പിരിച്വൽ, അവരുടെ ദൈവത്തെ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാണ് ഇന്നും. അത് മാറ്റാൻ ഉള്ള സാധ്യതകൾ ഉണ്ടാവട്ടെ, അത് മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. അല്ലാണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തൊരു വിശ്വാസ്യത വന്നിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു ദൈവവിശ്വാസിയാണ്, ഒരു മതവിശ്വാസിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനമല്ല. സോ എന്തിനാണേലും ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സയന്റിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് ക്ലൗഡ് സീയിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ക്ലൗഡ് സീയിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഞാൻ അതിനുള്ളൊരു ചെറിയ എക്സ്പ്ലനേഷൻ തരാം. മഴ ഉണ്ടാക്കാനും അല്ലെങ്കിൽ മഴയുടെ സമയം മാറ്റാനും മഴ മുൻകൂട്ടി പെയ്യിക്കാനും ഒക്കെ കഴിയുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ ക്ലൗഡ് സീയിങ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമുക്ക് എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്? ആകാശം അല്ലെ നമ്മുടെ ഇവിടെയുള്ള ഭൂമിയിലുള്ള വെള്ളത്തെ വേപ്പറായി പോയി സൂര്യപ്രകാശമേറ്റ് വേപ്പറായി മേളിൽ ചെന്ന് ക്ലൗഡുകൾ രൂപീകരിച്ച് മഴമേഘങ്ങൾ രൂപീകരിച്ച് പിന്നെ അവിടുന്ന് മഴയായിട്ട് പെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ ഒന്ന് നമുക്ക് ഇച്ചിരൂടെ നമുക്ക് ഈ മഴയില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ മഴ പെയ്യിപ്പിക്കാനോ അല്ല മഴ മുൻകൂട്ടി പെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് ഈ സാധനത്തെ യൂസ് ചെയ്യാൻ പറ്റും, ഈ മേഘങ്ങളെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഇങ്ങനെ പോയി നിൽക്കുന്ന മേഘങ്ങളെ, മഴ പെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന മേഘങ്ങളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം സിൽവർ അയോഡേറ്റും അതേപോലെ തന്നെ പൊട്ടാസ്യം അയോഡേറ്റും ഡ്രൈ ഐസും എന്നിവ അടങ്ങിയിരിക്കുന്ന പാർട്ടിക്കിൾ നമ്മൾ എയറോപ്ലെയിനിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോസിബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങോട്ടേക്ക് എത്തിച്ച് ആ മേഘത്തിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ മേഘത്തിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് ഇതിന്റെ ഈ മഴ പെയ്യാനെടുക്കുന്ന പ്രോസസ്സിനെ നേരത്തെ ആക്കാനോ അല്ലെങ്കിൽ ലേറ്റ് ആക്കാനോ ഒക്കെ കഴിയും, ഇതിന്റെ അളവുകൾ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് സ്പ്രേ ചെയ്യുകയും, ഇപ്പം മഴ പെയ്യാനാണെങ്കിൽ സ്പ്രേ ചെയ്യുകയും അതിനുശേഷം മഴ പെയ്യിപ്പിക്കുകയും ചെയ്യാൻ പറ്റും. പല UA കൺട്രികളിലും ഇപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലും മഹാരാഷ്ട്രയിലും അതേപോലെ തന്നെ കർണാടകയിലും ഇന്ത്യയിലും നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, ക്ലൗഡ് സീയിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയിലും യൂറോപ്പിലും UAയിലും പല സ്ഥലങ്ങളിലും ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, ദുബായിലൊക്കെ ഇപ്പോഴാണെങ്കിലും മഴ പെയ്യുന്ന ക്ലൗഡ് സീയിങ് യൂസ് ചെയ്തിട്ടാണ്. ക്ലൗഡ് സീയിങ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സാധനമാണ്. മേളിൽ കൊണ്ടുപോയി നമുക്ക് വേണ്ട പാർട്ടികൾ നമ്മുടെ മഴ മേഘങ്ങളെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് 100% പോസിബിൾ ആണോ അല്ലെ മഴ പെയ്യിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% പോസിബിൾ അല്ല. പോസിബിലിറ്റി നമുക്ക് മഴ മേഘങ്ങളെ കണ്ടുപിടിച്ച് അതിനെ മുൻകൂട്ടി പെയ്യിപ്പിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വലിയൊരു ഉദാഹരണമാണ് ചൈനയിലെ 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ആഗസ്റ്റ് 8 നടന്നിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഈ വലിയൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ ഇതിനെ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഈ മഴയെ നമുക്ക് ക്ലൗഡ് സീയിങ് ഉപയോഗിച്ചിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം അവിടുത്തെ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അതിനെ തുടർന്ന് ക്ലൗഡ് സീയിങ് ഉപയോഗിച്ച് ആ മഴയെ മാറ്റുകയുമാണ് ഉണ്ടായത്. ആ സമയത്ത്, ആ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് മഴ പെയ്യാണ്ടിരിക്കുകയും അതിൻ്റെ ചുറ്റുവട്ട പ്രദേശങ്ങളിലൊക്കെ ചെറിയൊരു രീതിയിലുള്ള മഴ പെയ്യുകയും ചെയ്തു. ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള ഇത് മാറ്റം ക്ലൗഡ് സീയിങ് കൊണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ശാസ്ത്രജ്ഞന്മാർക്ക് ഓൺ ഓഫ് ചെയ്യുന്ന പോലെ മഴ പെയ്യിപ്പിക്കാനും മഴ ഇല്ലാണ്ടാക്കാനും കഴിയുമെന്നുള്ള പല രീതിയിലുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്ന് പറയുന്നത്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും 100% ജെന്യൂൻ ആയിട്ട് അല്ല, 100% പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ചാൻസസ് ആണ് 50% മഴ പെയ്യാണ്ടിരിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ്. ഇപ്പോൾ മഴ എന്ന് പറയുന്നതും അല്ലെ ഭൂമി എന്ന് പറയുന്നതും പ്രകൃതി എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് അത്ര ഇപ്പോഴും നമുക്ക് അതിനുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ സയൻസിൽ. എന്നാന്ന് പറഞ്ഞാലും ചൈനയിൽ ചെയ്തത് ഇങ്ങനെയായിരുന്നു. 30-40 വിമാനത്തിൽ നമ്മൾ പറഞ്ഞ സാധനങ്ങൾ, സോഡിയവും പൊട്ടാസ്യവും അതേപോലെ തന്നെ ഡ്രൈ ഐസ് ഒക്കെ മേഘങ്ങളിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് ഉണ്ടായത്. ഇതിന് 1000-ഓളം ആർട്ടിലറി റോക്കറ്റുകൾ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 20,000-ഓളം ടെക്നീഷ്യൻസ്മാർ ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു ഈ ക്ലൗഡ് സീയിങ് ചെയ്യാനായിട്ട്. കാരണം നമുക്കറിയാം, ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന അത്ര വലിയ പ്രോഗ്രാമാണ്. ആ ഒരു പരിപാടിയിൽ മഴ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്രത്തോളം സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒളിമ്പിക്സിന്റെ ഇത് എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഈ ഒരു സാധനം നമ്മുടെ ചൈനയിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം ഇറങ്ങി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിശ്വാസം മനസ്സിൽ ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. മീൻസ് എല്ലാത്തിനും ഇറങ്ങുന്ന പോലെ നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിന് കുറെ ആൾക്കാർ അനുകൂലിച്ചും പറഞ്ഞു, കുറെ ആൾക്കാർ ഇല്ലാന്നും പറഞ്ഞു. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, സംഭവിച്ചതാണ്. ടെക്നിക്കലും തിയറിറ്റിക്കലുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ജിയോ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ടൊക്കെയുള്ള കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. അതിൻ്റെ അകത്ത് ഹൈ എനർജി ലേസർ യൂസ് ചെയ്തിട്ട് നമുക്ക് മഴയെ കൺട്രോൾ ചെയ്യാൻ ഉള്ള പഠനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതായത് പ്ലാസ്മ ചാനലുകളെ മേഘത്തിൽ എയറിലേക്ക് വിട്ടതിന് ശേഷം ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാസ്മകളെ, അതായത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക്കൽ വേവ്സിനെ ഉപയോഗിച്ച് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനുള്ള പഠനങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്.
അതിൻ്റെ അകത്തുള്ള ഒരു സാധനമാണ് SRM എന്ന് പറഞ്ഞിട്ടുള്ള ഇത്, അതായത് സോളാർ റേഡിയേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും ഇതിനെക്കുറിച്ചുള്ള പഠനമാണ്. അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്ന കേട്ടോ, അതായത് മഴ നിർത്താൻ വേണ്ടിയിട്ടുള്ള സാധനമൊന്നും അല്ല. മഴ നിർത്താൻ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുവരെ നമുക്ക് ഇങ്ങനെയുള്ള പോസിബിലിറ്റി ഒക്കെ പറയാം, പക്ഷെ അത്ര വലിയ കണ്ടിന്യൂസ്ലി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യതകളൊന്നും നടന്നിട്ടില്ല. ഇപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും വലിയ മഴ പെയ്യുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റുമായിരുന്നെങ്കിൽ നിർത്താമായിരുന്നല്ലോ. പക്ഷെ ഇതിനൊക്കെ നിർത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൺട്രോൾ വേണേ ചെയ്യാൻ പറ്റും. ബട്ട് ഹോസ്റ്റും ഇതിന്റെ പ്രൈസും ഹൈ ആണ്. അതേപോലെ തന്നെ ഇതിന്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് 50 ആണ്. 50% ഓഫ് ചാൻസസ് ആണ് ചെയ്യാനും നമ്മൾ ചെയ്യുന്നതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ കാർബൺ അയോഡേറ്റ് റിമൂവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്ര സാധനങ്ങളൊക്കെയാണ് നമുക്കിപ്പോൾ മഴ പെയ്യിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. പക്ഷെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരിക്കലും നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ അല്ലെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതുവരെയും പറ്റിയിട്ടില്ല. ബട്ട് ഇത്രയുള്ള പോസിബിലിറ്റി നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഫ്യൂച്ചറിൽ നമുക്ക് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലൈമറ്റിനെ വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിനൊക്കെയുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി റിസ്ക് ഉണ്ട്. പല സാധനങ്ങളും നമുക്ക് സാറ്റലൈറ്റ് വ്യൂ വെച്ചിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള റിപ്പൽ ആക്ഷൻസും സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ ഭൂമി നിൽക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ കവറുണ്ട്. ആ കവറിനൊക്കെ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ സോളാർ കിരണങ്ങൾ നമുക്ക് ഡയറക്റ്റ് വന്നിരിക്കും. ഇപ്പോഴും അതിനുള്ള നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാറുണ്ട് നമുക്കുള്ള സോളാറിൽ നിന്ന് വരുന്ന, അതായത് സൂര്യനിൽ നിന്ന് വരുന്ന സാധനത്തെ തടയാനായിട്ടുള്ള കവറിൻ്റെ അകത്തേക്കൂടെ നമ്മൾ ഫാനും ഫ്രിഡ്ജൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന കിരണങ്ങൾ നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ഭൂമിക്ക് തന്നെ ദോഷമാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ സാധനമൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കൃത്രിമമായി നമ്മുടെ ഭൂമിയെ കൺട്രോൾ ചെയ്യുമ്പോൾ, നമ്മുടെ ഭൂമിയുടെ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റിപ്പൽ ആക്ഷൻസ് നമുക്ക് സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായതുകൊണ്ടൊക്കെയാണ് ഇതിനൊക്കെ പഠിക്കുന്നതിന് മുമ്പും എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് മുമ്പുമായിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇതിനൊക്കെ ലിമിറ്റേഷൻസും വെച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിനൊക്കെ നമുക്ക് പഠിച്ച് അറ്റ്മോസ്ഫിയറിനെ, നമ്മുടെ ഭൂമിയിലെ അറ്റ്മോസ്ഫിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ ഉറപ്പായിട്ടും മാറും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. കാരണം ഇന്ന് കാണുന്ന പഠനങ്ങളും ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന അറിവുകളും ഇൻഫർമേഷൻസും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അതിനൊരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ 100% നമുക്ക് പറയാൻ കഴിയില്ല നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ, നമ്മുടെ മഴയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന്. ഫ്യൂച്ചറിൽ നമുക്ക് ഇതിന് കൺട്രോൾ ചെയ്യാൻ കഴിയാം എന്നുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും നമുക്ക് ഈ മഴയെ നിർത്താനോ അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മഴ പെയ്യാനോ സംഭവിച്ചായിരുന്നെങ്കിൽ ക്ലൗഡ് സീഡിങ്ങിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ മഴമേഘങ്ങളെ കണ്ടെത്തി നമുക്ക് മഴ പെയ്യിപ്പിക്കാനായിട്ടുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ്. ബട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്രത്തോളം പോസിബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് നമുക്കിപ്പോൾ ഈ ചൈനയിൽ ചെയ്ത പോലെ ക്ലൗഡ് സീഡിങ് കൊടുക്കുവാണെങ്കിൽ, പിന്നെ ഇതിനുള്ള ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ മഴ പെയ്യുന്നതിന് മുൻകൂട്ടി പെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ഡിലേ ആക്കാൻ പറ്റും, മേഘങ്ങളെ കുറച്ച് മാറ്റാൻ പറ്റും. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫുള്ളി നമുക്ക് 100% നമുക്ക് ഈ ഓൺ ഓഫ് സ്വിച്ച് പോലെ നമ്മുടെ മഴയെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ വെതറിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ അതിനുള്ള കണ്ടുപിടുത്തം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് മാറ്റാനായിട്ടുള്ള പോസിബിലിറ്റീസ് സാധനങ്ങളെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളിൽ ഒന്നാണ് ജീവൻ എന്ന് പറയുന്നത്. ഉണ്ടാകുന്ന ഭൂമിക്ക് സ്വയമേ ഉണ്ടാകുന്ന മാറ്റങ്ങളെയൊന്നും നമുക്ക് ഇതുവരെ സയൻസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അതിനെ പിടിച്ച് മാറ്റാനായിട്ടുള്ള ഒരു കഴിവ് ഇതുവരെ നമുക്ക് മനുഷ്യന്മാർക്ക് കിട്ടിയിട്ടില്ല. ഫ്യൂച്ചറിൽ ഇതിനുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ ഇതിനുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ടും കിട്ടും, ഉറപ്പായിട്ടും കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക.